ഹലോ പ്ലസ് വൺ സ്റ്റുഡൻസ്, എല്ലാവർക്കും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. മക്കളെ, നമ്മുടെ ഓണപരീക്ഷ ഇതാ വളരെ പെട്ടെന്ന് തന്നെ സെപ്റ്റംബർ 2 ഇനിയിപ്പോൾ ഒരു മാസം കൂടി ഇല്ല. അപ്പോൾ ഈ ഓണപരീക്ഷയിൽ നിങ്ങളോട് കുറേ ചാപ്റ്റർ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ചാപ്റ്റർ പഠിക്കണം, ആ ചാപ്റ്റർ പഠിക്കണം, ഏത് ചാപ്റ്റർ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ സ്മാർട്ടായിട്ട് എക്സാം എഴുതാൻ പോകുന്നു. നമുക്ക് മാക്സിമം മാർക്ക് എല്ലാവർക്കും വേണം, പാസ്സാവണം, നല്ല മാർക്ക് വേണം, ഫുൾ മാർക്ക് വേണം എന്നുള്ള ആഗ്രഹമുള്ളവരായിരിക്കും. പക്ഷേ എല്ലാ ചാപ്റ്ററും കൂടി പഠിച്ചിട്ട് കഷ്ടപ്പെടാൻ ചിലപ്പോൾ നിങ്ങൾ ഇപ്പം റെഡി ആയിരിക്കും. ഇപ്പം ഞാൻ എല്ലാം പഠിക്കുന്നത് റെഡി ആയിരിക്കും. പക്ഷേ റിയലിസ്റ്റിക്കലി പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും, അയ്യോ സമയമില്ല, അല്ലെങ്കിൽ പഠിക്കാൻ പറ്റുന്നില്ല. ഏത് ചാപ്റ്റർ പഠിക്കണം, ഏത് ചാപ്റ്റർ പഠിക്കണം എന്ന് ഞാൻ ചാപ്റ്റർ വെയിറ്റേജിനനുസരിച്ച് പറഞ്ഞുതരാം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാം മക്കളെ, കഴിഞ്ഞ വർഷങ്ങളിലൊന്നും +1 ഓണം എക്സാം നടന്നിട്ടില്ല. ഒഫീഷ്യൽ ഗവൺമെൻറ് ആയിട്ട് നടത്തിയിട്ടില്ല. കാരണം കുറേ കാരണങ്ങളുണ്ട്. ലേറ്റായിട്ട് അഡ്മിഷൻ, മഴക്കാലം, ആ കാലം കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. 2019 അനാലിസിസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഈ വർഷം നിങ്ങൾക്ക് ഓണം എക്സാം വേണോ വേണ്ടയോ എന്ന് നിങ്ങൾ എന്താണ് കമൻറ്റ് ചെയ്യുക. എനിക്കറിയണം നിങ്ങൾ കുട്ടികൾ നിങ്ങൾക്ക് എന്താണ് ഓണം എക്സാം വേണോ വേണ്ടയോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്നാലും അഗ്നി ബാച്ചിലുള്ളവർ, +1 അഗ്നി ബാച്ചിലുള്ളവർക്ക് എന്താണേലും ഓണം എക്സാം ഉണ്ടാവും, അത് പേടിക്കേണ്ട. സ്കൂൾ എക്സാം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. ഓക്കെ, അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് വെയിറ്റേജിലേക്ക് കിടക്കാം. മക്കളെ, വീണ്ടും പറയുന്നത് ഒഫീഷ്യൽ വെയിറ്റേജ് അല്ല. നിങ്ങൾക്ക് ഒരു വർഷം ഒഫീഷ്യൽ വെയിറ്റേജ് ഒന്നും തരൂല്ല. ഓക്കെ, പക്ഷെ നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ ഒരേ പാറ്റേൺ ഞാൻ SSLC +2 ഒക്കെ അനലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരേ പാറ്റേൺ തന്നെയാണ് ഓൾമോസ്റ്റ് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് വരിക നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതലും കണ്ടത് ഫസ്റ്റ് ചാപ്റ്റേഴ്സിന് കൂടുതൽ വെയിറ്റേജ്, താഴത്തേക്ക് വരുമ്പോഴത്തേക്കും കുറച്ച് കുറയും, ഒരു ചെറിയ ശതമാനം. ഇപ്പോൾ ഫിസിക്സിലേക്ക് വരുമ്പോൾ 4 ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത്. 4 ചാപ്റ്റർ മിനിമം പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പം 4 ചാപ്റ്ററിലേക്ക് വരുമ്പം എനിക്ക് തോന്നുന്നത് ആകെ 3ാമത്തെ ചാപ്റ്റർ മാത്രമേ വെയിറ്റേജ് കുറവുള്ളൂ. ഇതിലൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, പൊട്ട ചാപ്റ്റർ അങ്ങനെയൊന്നുമില്ല. ഈസി ചാപ്റ്ററാണ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എല്ലാവരും പഠിച്ചിരിക്കണം, നന്നായിട്ട് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടുന്ന ചാപ്റ്ററാണ്. 21 മാർക്ക് കിട്ടും. പിന്നെ നിങ്ങൾക്ക് ലോസ് ഓഫ് മോഷൻ ചിലപ്പോൾ നിങ്ങൾ പഠിച്ച് വന്നിട്ടുണ്ടാവുള്ളൂ, പക്ഷേ നിങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പം എന്താണെങ്കിലും ഫിസിക്സിലൊന്നും പഠിക്കേണ്ടെന്ന് ഞാൻ പറയാം. 4 ചാപ്റ്റർ മിനിമം പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി മാത്സിലേക്ക് വരുമ്പോൾ നിങ്ങളിത് നിങ്ങൾ പഠിക്കാതെ പോകരുത്. ഓക്കെ, ഇത് 2019 എന്തുകൊണ്ടോ എനിക്കറിയില്ല, ഈ 2 ചാപ്റ്ററിനെ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, സാർ എന്ത് സിമ്പിൾ പേപ്പർ ആയിരുന്നു, ഞാൻ 2019 എഴുതിയാൽ മതി, 2 ചാപ്റ്റർ പഠിച്ചാൽ പോരാ മക്കളെ. 2 ചാപ്റ്റർ മാത്രം ചോദിക്കുമ്പോൾ 80 മാർക്ക് പരീക്ഷ പേപ്പറിൽ ഭയങ്കര ടഫ് അപ്പോൾ ആ സമയത്ത് ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, നന്നായിട്ട് പഠിച്ചവർക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എന്നിട്ട് F ഓഫ് ഓരോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇതൊരു ഗ്രാഫാണ്, അതിലെ വാല്യൂസ് ചോദിച്ചിട്ടുണ്ട്. വെൻ ഡയഗ്രത്തിന് കുറേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഡിലീറ്റഡ് പോർഷൻ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇത് +1 പണ്ട് സംഭവിച്ച്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് 1 2 3 4 വരെ ഗ്യാരണ്ടീഡാണ്. ഓക്കെ, കോംപ്ലക്സ് നമ്പർ വരെ ഗ്യാരണ്ടീഡ്, എന്താണേലും വരും, പഠിക്കണം. ഓക്കെ, ഗ്യാരണ്ടീഡ്. ചിലപ്പോൾ 5ഉം 6ഉം ചിലപ്പം വരാം. ഓക്കെ, +2ലേക്ക് 5 ചാപ്റ്റർ മിനിമം ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വേണം 5 വരെ പോകാം. ഓക്കെ, ലീനിയർ ഇനീക്വാളിറ്റീസ് സിമ്പിളാണ്. ലീനിയർ ഇനീക്വാളിറ്റീസ് ആർക്കും പഠിക്കാൻ പറ്റാത്ത ഒന്നുമില്ല, ലീനിയർ. ഓക്കെ, അതും കൂടെ എന്താണെങ്കിലും അപ്പോൾ 5 ചാപ്റ്റർ എന്താണെങ്കിലും പഠിക്കണം. 4 ഉറപ്പിച്ചോ. ലീനിയർ ഇനീക്വാളിറ്റീസ് അവോയ്ഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആകെ 2-3 മാർക്ക് രക്ഷപ്പെടുത്താൻ മതി. അപ്പോൾ പഠിച്ചോ. ഓക്കെ, അപ്പം ഫസ്റ്റ് സെറ്റ്സ് വളരെ സിമ്പിൾ, റിലേഷൻ ഫംഗ്ഷൻ വളരെ സിമ്പിൾ. ട്രിഗ്നോമെട്രി ബുദ്ധിമുട്ട് തോന്നാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ ട്രിഗ്നോമെട്രി ലൈവ് ക്ലാസ് യൂട്യൂബിൽ വേണമെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക, ഞാൻ നോക്കാം. ഓക്കെ, അപ്പം ആ ചാപ്റ്റേഴ്സ് പഠിക്കാം. പിന്നെ മക്കളെ, ഓണം എക്സാമിന് എനിക്ക് വളരെ കുറച്ച് ദിവസമുള്ളൂ. ഈ ദിവസങ്ങളൊന്നും അല്ല കേട്ടോ, 30 ദിവസത്തിനെക്കാളും കുറവാണ്. അപ്പം നിങ്ങൾ വേറൊരു കാര്യം കമൻറ്റ് ചെയ്യണം. ഫിസിക്സിൽ 4 ചാപ്റ്റർ, കെമിസ്ട്രിയിൽ 3, 7, പിന്നെ ഇതാ 13 ഇത് 18 ചാപ്റ്ററാണ് ഒരു ബയോമാക്സ് സ്റ്റുഡൻറ്റിന് വരാൻ പോകുന്നത് എക്സാമിന്. ഓക്കെ, അപ്പം സയൻസ് സബ്ജക്ട്സിന്. അപ്പം നിങ്ങൾ ഈ 18 ചാപ്റ്റർ നിങ്ങൾ എത്ര ചാപ്റ്റർ പഠിച്ചു എന്ന് കമൻറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഞാൻ 10 ചാപ്റ്റർ പഠിച്ചു, 10 ഔട്ട് ഓഫ് 18. ഓക്കെ, പഠിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫുൾ മാർക്ക് മേടിക്കാൻ റെഡി ആവേണ്ട, ഒരു A+ അല്ലെങ്കിൽ A ലെവൽ. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് 7 ചാപ്റ്റേഴ്സ് പഠിച്ചു, അല്ലെങ്കിൽ 18 ചാപ്റ്ററും പഠിച്ച് മെഡിക്കാൻ വരേണ്ടത്, അത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, എത്ര ചാപ്റ്റർ ഔട്ട് ഓഫ് 18 പഠിച്ചു എന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് ആണെങ്കിൽ ബയോളജി തട്ടിക്കിട്ട് ബാക്കി കമൻറ്റ് ചെയ്തോ. ഓക്കെ, പിന്നെ മക്കളെ, നിങ്ങൾ കുറേ ആൾക്കാർ പഠിച്ച് തുടങ്ങിയവരുണ്ടാവും, മറക്കും. ചിലവരെന്താണ് പഠിച്ച് തുടങ്ങിയിട്ടുണ്ടാവില്ല. അപ്പോൾ 2 ആൾക്കാർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് എക്സാമിനർ അടിപൊളിയായിട്ട് ബാക്ക്ലോഗ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എക്സാമിനർ +1 അഗ്നി ബാച്ചിലെ ബാക്ക്ലോഗ് സീരീസ്. അപ്പോൾ അഗ്നി ബാച്ചിലുള്ളവർക്ക് ഓൾറെഡി ഫ്രീ ആണ്. എന്താ സംഭവിക്കുന്നത്? 2 സംഭവങ്ങളാണ്. നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിന് 2 ലൈവുകൾ. ഓക്കെ, ഓണം എക്സാമിന് വരാൻ പോകുന്ന എല്ലാ ചാപ്റ്ററിന് 2 ലൈവ് നടക്കാൻ പോവാണ്. നിങ്ങൾക്ക് ഷോർട്ട് നോട്ട്സ് വെച്ചിട്ട് ലൈവ്, ക്ലാസ്സിൻ്റെ ലൈവ്, ഫുൾ സമ്മറി ആയിട്ടുള്ള ലൈവ്, പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അതുപോരാതെ നിങ്ങൾക്ക് വേറൊരു 1 hour നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൻ്റെ ഫുൾ ക്വസ്റ്റ്യൻസ്, എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് തീർക്കും. ഇത് ഓരോ ചാപ്റ്ററിന് 2 ലൈവായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇതിനോടൊപ്പം മോഡൽ എക്സാം ഉണ്ടാവും. നിങ്ങൾക്ക് PDF ക്ലാസ് നോട്ട്സ് എല്ലാം ഷോർട്ട് നോട്ട്സും കിട്ടും. പിന്നെ ഇതുപോരാതെ നിങ്ങൾക്ക് +1 ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ആവും. ഓക്കെ, ബാക്ക്ലോഗ് സീരീസ് ഫ്രീ ആയിട്ട്. ബാച്ചിലുള്ളവർ, ഓൾറെഡി ഉള്ളവർക്ക് നിങ്ങൾ ഒരു പൈസയും അടിക്കണം. നിങ്ങൾക്ക് ഓൾറെഡി ബാക്ക്ലോഗിൻ്റെ ഭാഗമാണ്. ബാക്ക്ലോഗ് തുടങ്ങിയിട്ടുണ്ട്, മിസ് ചെയ്യരുത് കേട്ടോ, ഒരിക്കലും മിസ് ചെയ്യരുത്.
പിന്നെ ഇതിനെക്കാളും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഓണം എക്സാമിന് പഠിക്കാൻ കിട്ടില്ല. ഓണം എക്സാമിന് +1 A+ മേടിച്ചൊരു കുട്ടി ഒരിക്കലും ഫൈനൽ എക്സാമിന് മാർക്ക് കളയില്ല, ഞാൻ ഗ്യാരണ്ടീഡ്. ഇനി ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നോക്കി ഇത്രയും ഫീച്ചേഴ്സ് ഓൾറെഡി ഉണ്ടായിരുന്നു. ലൈവ് ക്ലാസ്, റെക്കോർഡ് ക്ലാസ്, ഫ്രീ ബുക്ക് സെറ്റ്, ഇതെല്ലാം കൂടിയിട്ട് ഒരു ഫീച്ചറും കൂടി ബാക്ക്ലോഗ് സീരീസ് കൂടി. ആൻഡ് രസകരമായ കാര്യം എന്താ വെച്ചാൽ ഫീസ് കുറഞ്ഞു. ഓക്കെ, ഓണം എക്സാം സ്പെഷ്യൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് 6000 രൂപ മാറിയിട്ട് 5000 രൂപയെ ഫീസ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് മക്കളെ, 2 നമ്പർ നിങ്ങൾക്ക് കാണാം, വാട്സാപ്പ് ചെയ്യാൻ, വിളിക്കാം, വേഗം അഡ്മിഷൻ എടുക്കാം. താഴെ കാണുന്ന നമ്പർ സെയിം നമ്പർ തന്നെയാണ്, 5000 ആക്കിയിട്ടുണ്ട് ഫീസ്. വേഗം ജോയിൻ ചെയ്യാൻ മറക്കണ്ട. ഇനി അതിന് മുമ്പ് ഓക്കെ, നമുക്ക് ബോട്ടണിയും സുവോളജിയും അതേപോലെ തന്നെ കെമിസ്ട്രീനെ പറ്റി ഡിസ്കസ് ചെയ്യാനുണ്ട്. ബോട്ടണിയിലേക്ക് വരുമ്പോൾ 4 ചാപ്റ്ററാണ്. ഓക്കെ, 4 ചാപ്റ്ററാണ്. ഇവിടെ എനിക്ക് നിങ്ങളോട് ട്രിക്ക് പറഞ്ഞുതരാം. നോക്കിയേ, ബോട്ടണി 2019 നോക്കുമ്പോണ്ട് അനാട്ടമി ഫോറിൻ്റെ 3 മാർക്ക്. ഇനിയിപ്പോൾ നിങ്ങൾ ഈ 3 മാർക്കിനെ കഷ്ടപ്പെട്ട് പഠിക്കണം എന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾക്ക് ഒട്ടും പറ്റുമില്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. ബാക്കിയുള്ളത് എന്താണ് പഠിക്കുക. ഫസ്റ്റ് ചാപ്റ്റർ മാർക്ക് കുറവാണ്, അവോയ്ഡ് ചെയ്യാൻ നിങ്ങൾ എടുക്കേണ്ട സിമ്പിൾ ചാപ്റ്റർ ആയതുകൊണ്ടാണ്. അത് എല്ലാവർക്കും 8 മാർക്ക് കിട്ടണം. ഓക്കെ, അപ്പോൾ ഇതെന്താണെങ്കിലും പഠിക്കണം, ഈ ചാപ്റ്റർ വേണം അവോയ്ഡ് ചെയ്യാം. അതേപോലെ സുവോളജിയിലേക്ക് വരുമ്പോൾ ഈ 2 ചാപ്റ്റർ എന്താണെങ്കിലും പഠിക്കണം. 3ാമത്തെ ചാപ്റ്റർ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ 2 മാർക്കേ ഉള്ളൂ, ഒട്ടും പറ്റില്ലെങ്കിൽ വിട്ടോ. പക്ഷേ എന്താണ് ലോജിക്ക് എന്ന് വെച്ചാൽ ഇന്ന് നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് നിങ്ങൾ പഠിക്കണം. ക്രിസ്മസ് എക്സാമിന് വരും, ഫൈനൽ എക്സാമിന് വരും. അപ്പോൾ ഇപ്പോൾ പഠിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് വായിച്ച് വെക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. ഞാനും ഓണം എക്സാം അല്ലെങ്കിൽ സെക്കൻഡ് ടേം ഒക്കെ വരുമ്പോൾ ഞാൻ പ്രോപ്പറായി പഠിച്ചില്ലെങ്കിലും ഒന്ന് വായിച്ചൊക്കെ വെക്കുക. ഫോർമുല ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. പഠിച്ചിട്ടുണ്ടാവില്ല, എക്സാമിന് വന്നാൽ എനിക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അടിച്ചു വിടാൻ പറ്റും, പക്ഷെ പഠിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ആ സെയിം സാധനം ഫൈനൽ എക്സാമിന് ഞാൻ ഒന്നും കൂടി ബുക്ക് തുറന്ന് മൊത്തം പഠിക്കാനിരിക്കുമ്പോൾ എനിക്കത് ഓർമ്മയില്ല, എൻ്റെ പരിചയക്കാരനെ പോലെ ഉണ്ടാവും. ഓക്കെ, പുതിയൊരു കോൺസെപ്റ്റ് ആദ്യം മുതൽ പഠിക്കുന്ന പോലെ ഉണ്ടാവില്ല, ആ ബുദ്ധിമുട്ട് പോയി കിട്ടും. അപ്പോൾ നിങ്ങളും ഒന്ന് തിങ്ക് ചെയ്യുക. ഇപ്പോൾ കുറച്ചെങ്കിലും വായിച്ച് പഠിച്ചൊക്കെ വെക്കാൻ പറ്റുകയാണെങ്കിൽ ഇപ്പോൾ എക്സാമിന് നിങ്ങൾക്ക് ഇപ്പോൾ സമയം കുറച്ച് കുറയും, പക്ഷേ ഫൈനൽ എക്സാമാണ് നമ്മുടെ മെയിൻ, അതിൽ നല്ല മാർക്ക് കിട്ടും. ഓക്കെ, ഇനി ലാസ്റ്റ്ലി നമ്മുടെ കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, കെമിസ്ട്രി കുറേ ഡിലീറ്റഡ് ചാപ്റ്റേഴ്സ് ഉണ്ട്. എനിക്ക് ഏതാണ് ചാപ്റ്റേഴ്സ് ഡിലീറ്റഡ് എന്ന് അറിയില്ല, അപ്പോൾ നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഇതിൽ ഡിലീറ്റഡ് ആണെങ്കിൽ അത് പഠിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, പുതിയ NCERT ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഇനി 2019 വന്ന 4 ചാപ്റ്റേഴ്സാണ് വന്നത്. ഈ 4 ചാപ്റ്റേഴ്സും അത്യാവശ്യം നല്ല വെയിറ്റേജ് വന്നിട്ടുണ്ട്. സ്ട്രക്ചർ ഓഫ് ആറ്റം എന്താ വെയിറ്റേജ്, 30 മാർക്ക്. ഓക്കെ, എക്സാമിൻ്റെ പകുതി തന്നെ അവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ ആ കാര്യം മറക്കേണ്ട, 4 ചാപ്റ്ററും പഠിക്കണം. അപ്പോൾ ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് എന്ത് പഠിക്കണം എന്ത് പഠിക്കേണ്ടതെന്ന്. പിന്നെ നിങ്ങൾക്ക് എക്സാമിനറിൻ്റെ അഗ്നി ബാക്ക്ലോഗ് സീരീസിലേക്ക് ജോയിൻ ചെയ്യണം. വേഗം തന്നെ ജോയിൻ ചെയ്ത മക്കളെ, ദിസ് ഈസ് യുവർ ലാസ്റ്റ് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി. ലൈവ് ക്ലാസ് ആയിട്ട് 1 hour ആയിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും, ക്വസ്റ്റ്യൻ ചെയ്യും. അപ്പോൾ വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് മിസ്സാവും. ജോയിൻ ചെയ്യുക ഇപ്പം തന്നെ. അപ്പോൾ നമുക്ക് കാണാം ബാക്ക്ലോഗ് സീരീസിലേക്ക്. ഓൾ ദി ബെസ്റ്റ്. പിന്നെ ട്രിഗ്നോമെട്രിക്ക് ലൈവ് ആണെങ്കിൽ, യൂട്യൂബിൽ ലൈവ് ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക. എത്ര ചാപ്റ്റേഴ്സ് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അടിപൊളിയായിട്ടിരിക്കുക. നമുക്ക് ഓണം എക്സാം തകർക്കാം. ഓക്കെ.